ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതേപോലെ ഡീലിങ്ങിൻ്റെ DI600M എന്ന് പറയുന്ന ഒരു മോഡലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ വയർലെസ് എക്സ്റ്റൻഡർ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വാൻ പോർട്ട് ഉണ്ട്, ലാൻഡ് പോർട്ടും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഡീലിങ്ങിൻ്റെ അതുപോലത്തെ TP ലിങ്കിൻ്റെ ഒക്കെ പഴയ റൗട്ടേഴ്സ് നിങ്ങളെ കയ്യിൽ കാണും. ചിലപ്പോൾ നിങ്ങളതിൽ അതിൽ വയർലെസ് എക്സ്റ്റൻഡർ സപ്പോർട്ട് ചെയ്തിരിക്കില്ല, ചിലർക്ക് വാൻ പോർട്ട് കാണില്ല, ചിലർക്ക് ലാൻഡ് പോർട്ട് കാണില്ല. ഈ 3 ഫീച്ചർ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളെ റൗട്ടറിൽ കാണും. ഒന്നെങ്കിൽ ലാൻഡ് പോർട്ട് കാണും, അല്ലെങ്കിൽ വാൻ പോർട്ട് കാണും, അല്ലെങ്കിൽ വയർലെസ് എക്സ്റ്റൻഡർ ഉള്ള ഒരു ഓപ്ഷൻ കാണും. ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഡീലിങ്ങിൻ്റെ റൗട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം ഡീലിംഗ് DI600M, അതാണ് എൻ്റെ മോഡൽ. ആ ഒരു വൈഫൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കാരണം റീസെറ്റ് ചെയ്ത് ഓൾറെഡി ഞാൻ റീസെറ്റ് ചെയ്തു. റീസെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഗേറ്റ് വേയിലുണ്ട്, അല്ലെങ്കിൽ ഒരു പിൻ വെച്ച് നമുക്ക് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. അവിടെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എൻ്റെ ഗേറ്റ് വേ എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 192.168.0.1 നിങ്ങൾ ഏതാണോ നിങ്ങളുടെ IP അഡ്രസ്സ്, അത് നിങ്ങളുടെ റൗട്ടറിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ SSID അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും മാറ്റാം. പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്ത് പോവാം. ഇപ്പോൾ എൻ്റെ വൈഫൈയുടെ നെയിം കൊടുക്കുന്നു, ഇവിടെ എക്സ്റ്റൻഡറാണ് EX കൊടുക്കുന്നു. എന്നിട്ട് 1 മുതൽ 8 വരെ എൻ്റെ പാസ്വേഡും കൊടുക്കുന്നു. സേവ് ആൻഡ് കണക്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരും. അതിൽ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വൈഫൈ ഡിസ്കണക്റ്റ് ആവും. നമുക്ക് വൈഫൈ ഒന്നും കൂടെ കണക്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വൈഫൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കുന്ന സമയത്ത് ഷാൻസ് ചെയ്യുന്നതാണ് വൈഫൈ. ഞാൻ ഓൾറെഡി അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കണക്റ്റായി. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ആ വെബ് പേജിലോട്ട് വരുന്നു. വെബ് പേജിലോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ സെറ്റപ്പിൽ പോകണം. സെറ്റപ്പിൽ പോയതിന് ശേഷം ഇവിടെ നമുക്ക് ലോക്കൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലാൻ ഇൻ്റർഫേസ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതായത് നിങ്ങളുടെ ഗേറ്റ് വേ. ഇപ്പോൾ എൻ്റെ മെയിൻ റൗട്ടറിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് 192.168.1.1 ആണ്. അപ്പോൾ അതിൻ്റെ സീരീസിലോട്ട് ഈ ഒരു റൗട്ടറിൻ്റെ ഗേറ്റ് വേ എനിക്ക് കൊണ്ടുവരണം. ഞാൻ അത് 1.2 അവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിനായിട്ട് വീണ്ടും സെറ്റപ്പിൽ പോയി ലോക്കൽ നെറ്റ്വർക്കിൽ പോയി അതിനുശേഷം ഇവിടുത്തെ 0.1 മാറ്റി 1.2 കൊടുക്കുന്നു. 2 എന്നിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുക്കുന്ന സമയത്ത് ഓക്കെ കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റൗട്ടർ ഒന്നും കൂടെ റീസെറ്റ് ആയിട്ട് നമുക്ക് അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സെക്ഷൻ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൗട്ടർ റീസെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ബ്രൗസറിലോട്ട് പോവാം. അവിടെ നമുക്ക് വീണ്ടും IP അഡ്രസ് ചേഞ്ച് കൊടുക്കണം. 1.2 ആക്കി നമ്മുടെ 192.168.1.2 എൻ്റർ കൊടുത്തു. അപ്പോൾ ലോഗിൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വയർലെസ് സെക്ഷനാണ് ഫസ്റ്റ് കോൺഫിഗറേഷൻ ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ച് നമ്മൾ വയർലെസ്സിൽ പോയി വയർലെസ് റിപ്പീറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം, ഇവിടെ ഒരു ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. റിപ്പീറ്റർ എനേബിൾ എന്ന് പറഞ്ഞാൽ ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം താഴെ സൈറ്റ് സർവേ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ചോദിക്കേണ്ട ES മോഡ് വിൽ ബി സെറ്റ് ഇൻ ടു നോൺ. അതായത് നമ്മൾ വയർലെസ് സെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ വാൻ പോർട്ടോ ലാൻഡ് പോർട്ടോ പ്രയോറിറ്റി ഇല്ല കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. ജസ്റ്റ് ഈ ഒരു വൈറ്റ് സ്ക്രീൻ കാണിച്ചിട്ട് നമ്മൾ നിലവിൽ നെറ്റ്വർക്കിലുള്ള അവിടെ ഈ വൈഫൈ കീഴിൽ റേഞ്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക്സ് എല്ലാം നമുക്കിവിടെ കാണിക്കും. 2 നെറ്റ്വർക്ക് കാണിച്ചു. അപ്പോൾ അതിന് എൻ്റെ വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം എൻ്റെ മെയിൻ വൈഫൈ റൗട്ടറിൻ്റെ ആ ഒരു നെറ്റ്വർക്കിൻ്റെ വൈഫൈ പാസ്വേഡ് എനിക്ക് അവിടെ കൊടുക്കണം. ഞാൻ അത് ലോക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വൈഫൈ പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ എൻ്റെ വൈഫൈയുടെ പാസ്വേഡ് ആ ഒരു നെറ്റ്വർക്കിൻ്റെ വൈഫൈ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് ചോദിക്കും നമുക്കിവിടെ IP ഓൾറെഡി മോഡിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഫിനിഷ് കൊടുക്കുന്നു. ഫിനിഷ് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ കൊടുത്തിട്ട് അവിടെ മെയിൻ്റനൻസിൽ പോയിട്ട് റീബൂട്ട് കൊടുക്കണം. അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കിപ്പോൾ അവിടെ റൗട്ടർ റീബൂട്ട് ആവുന്നുണ്ട്. അങ്ങനെ ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ മെയിൻ്റനൻസിൽ പോയിട്ട് റീബൂട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റീബൂട്ടായി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എൻ്റെ വൈഫൈ റൗട്ടർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ സ്പീഡ് ടെസ്റ്റ് എടുത്തതിന് ശേഷം
നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ വൈഫൈ സ്പീഡ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തും കൂടെ നോക്കാം. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തു. കാണിക്കുന്നുണ്ട്, ISP കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്പീഡ് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സ്പീഡൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. കാരണം ഇത് വലിയൊരു യൂസിനല്ല, നമുക്ക് പർപ്പസ് ഒരു സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് മൊബൈലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡ് നെറ്റ്വർക്ക് വെച്ച് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിന് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഒരു ഹെവി വർക്കിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡുവൽ ബാൻഡ് തന്നെ വെച്ച് കറക്റ്റ് നല്ല റേഞ്ചുള്ള സ്ഥലത്ത് വെച്ച് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് റീയൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന വാൻ പോർട്ടിൽ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.